കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട മലയാളി കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇപ്പോഴത്തെ ഒരു സാഹചര്യം അത് ഏത് തരത്തിൽ പറയണം? ഈ ജില്ലാ ഭരണകൂടവും കർണാടക സർക്കാരുമൊക്കെ ഗൗരവമായി ഈ വിഷയം കണക്കിലെടുത്ത് അതിശക്തമായ ഊർജിതമായ തിരച്ചിൽ ഇപ്പോൾ തുടരുന്നുണ്ടോ? കുടുംബം അവിടെയുണ്ട്. കുടുംബത്തിന്റെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? നേരത്തെ വലിയ പരാതിയും ആക്ഷേപവും ഒക്കെ അവർ ഉന്നയിച്ചിരുന്നല്ലോ. ബൈജു, കേൾക്കാം. ഞാൻ ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫോൺ ബന്ധം ഇതാവുന്നത്. കാരണം ആ രീതിയിൽ ഈ പ്രദേശമാണിത്. ഏതായാലും കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്ന ബന്ധുക്കൾ ഇപ്പോൾ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ആക്ഷേപം ഇപ്പോൾ ഈ തിരച്ചിൽ മന്ദഗതിയിലാണ്, അത് ഊർജിതമായി നടത്തണമെന്ന ഒരു കാര്യമാണ് അവർ പറയുന്നത്. പ്രധാനമായും ഈ ലോറി മണ്ണിനടിയിലുണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. കാരണം GPS സംവിധാനം വഴി അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. പുഴയിൽ എങ്കിൽ വളരെ ഊർജിതമായ അന്വേഷണം ഉണ്ടായാൽ അർജുനെ ഈ ലോറിയിൽ കണ്ടെത്തുകയും വേണമെന്ന ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ അതിനൊരു സാധ്യത മങ്ങിയ അവസ്ഥയാണ്. കാരണം ഈ സംവിധാനങ്ങൾ വളരെ പരിമിതമാണ്. ഒപ്പം കാലാവസ്ഥ എതിരാണ്. ഈ മണ്ണിടിച്ചിലിൽ ഇപ്പോഴും ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ വളരെ വിരളമാണ്. ഏതായാലും 6 മണിയോടുകൂടി തിരച്ചിൽ നിർത്തും എന്ന ഒരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും രാത്രി കൂടി തിരച്ചിൽ നടത്തണം എന്ന ഒരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തെരച്ചിൽ ഇപ്പോൾ മന്ദഗതിയിലാണ്. 6 മണിയോടുകൂടി തെരച്ചിൽ നിർത്തിവെക്കാനുള്ള ഒരു ആലോചനയിലേക്കാണ് രക്ഷാപ്രവർത്തകരും അധികൃതരും കടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രതികൂലമായ സാഹചര്യം, കാലാവസ്ഥ തന്നെയാണ് അവിടെ വെല്ലുവിളിയാകുന്നത്. കനത്ത മഴയാണ് അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഴയെ തുടർന്ന് അടിക്കടി മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നത്. എന്നാലും അർജുന്റെ കുടുംബം അവിടെയുണ്ട്. കുടുംബം ആവശ്യപ്പെടുന്നത് രാത്രിയിൽ ഉടനീളം ഈ തെരച്ചിലും രക്ഷാപ്രവർത്തനവും ഒക്കെ തുടരണം എന്നുള്ളതാണ്. പക്ഷേ സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ മെറ്റൽ ഡിറ്റക്ടർ അടക്കം എത്തിക്കുന്നതിൽ ഒരു കാലതാമസം വന്നിട്ടുണ്ട്. അതൊക്കെ മണിക്കൂറുകൾ എടുത്താണ് മംഗളൂരുവിൽ നിന്നൊക്കെ ഇവിടേക്ക് എത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള തെരച്ചിലൊക്കെ നാളെ രാവിലെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. മെറ്റൽ ഡിറ്റക്ടർ എത്തിച്ചാൽ ഈ ലോറിയുടെ സ്ഥാനം കൃത്യമായി എളുപ്പം വേഗത്തിൽ കണ്ടെത്താം എന്നുള്ളതാണ്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അർജുനിലേക്ക് എത്താൻ, അർജുനെ രക്ഷിക്കാൻ കൂടുതൽ എളുപ്പമാകും എന്ന സാഹചര്യമാണ്. എന്തായാലും അർജുൻ അടക്കം 3 ജീവനുകൾക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കർണാടക ഷിരൂരിൽ ദേശീയപാതയിലെ മണ്ണിടിച്ചിൽ അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഫോണിൽ വിളിച്ചു. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കിയിട്ടുണ്ടെന്നും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും DK ശിവകുമാർ ഉറപ്പു നൽകി. കർണാടകത്തിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ഒരു മലയാളി ചെറുപ്പക്കാരൻ കൂടി ഒരു ലോറിയുമായിട്ട് അപകടത്തിലായിട്ടുണ്ട്. അത് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. രാവിലെ കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാറുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം തന്നെ നേരിട്ട് മോണിറ്റർ ചെയ്യുകയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി. കുറേ പ്രതികൂലമായ ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. കാരണം അവിടെ പ്രതികൂലമായ കാലാവസ്ഥ, ആ സ്ഥലത്ത് ആധുനികമായ എക്യുപ്മെന്റ് എത്തിക്കാനുള്ള പ്രയാസം, 3 വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത. അപ്പോൾ ഇത് 3 രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കും. അദ്ദേഹത്തിന്റെ ഓഫീസിനോട് നമ്മളെ മോണിറ്റർ ചെയ്യാൻ, നമ്മളെ അറിയിക്കാൻ ഉള്ള നിർദ്ദേശം കൂടി അദ്ദേഹം കൊടുത്തിട്ടുള്ള കാര്യം അറിയിക്കുന്നു. സംഭവം പുറത്തറിഞ്ഞതിന് പിന്നാലെ കോഴിക്കോട്ടെ ജനപ്രതിനിധികൾ അർജുന്റെ വീട്ടിലെത്തി കുടുംബവുമായി സംസാരിച്ചു. മുഖ്യമന്ത്രിയുമായും കർണാടക മുഖ്യമന്ത്രിയുമായും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായും സംസാരിച്ചു. അവിടെ ഈ എർത്ത് നീക്കാനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ റെസ്ക്യൂ ഓപ്പറേഷന് നേവലാണ് നല്ലതെന്ന് അഭിപ്രായപ്പെട്ടു. നേവലിനോട് ആവശ്യപ്പെട്ട് നേവൽ പോവുകയാണ് അങ്ങോട്ടെന്നാണ് എന്നെ അറിയിച്ചത്. ഇപ്പോൾ ഞാൻ വീണ്ടും അവരെ ബന്ധപ്പെടാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയെങ്കിലും അർജുനെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. NHന്റെ ആളുമായി ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. NHനും വലിയ ഉത്തരവാദിത്വമുണ്ട് ഈ കാര്യത്തിൽ. ഗവൺമെന്റ് മാത്രമല്ല NHനും വലിയ ഉത്തരവാദിത്വമുണ്ട്. ഏതായാലും എല്ലാവരും ബന്ധപ്പെട്ട് വരികയാണ്. എങ്ങനെയെങ്കിലും അർജുനെ രക്ഷപ്പെടുത്തിയെടുക്കുക നമ്മുടെ ആദ്യത്തെ ദൌത്യം അതാണ്. അതിലെല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നു, ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണ്. ഏതായാലും അത് ഇന്നത്തോടുകൂടി
നമുക്ക് അത് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്നാണ് എന്റെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നിശ്ചയമായിട്ട് നമുക്കറിയാം, നാട്ടുകാർ തന്നെ ഇടപെട്ട് വലിയ തോതിലുള്ള പ്രവർത്തനം നടത്തും. ഇവിടെ ഒരു വ്യത്യാസം, പക്ഷെ നമ്മളെ റിമോട്ട് ഏരിയ ആയതുകൊണ്ടുള്ള ആള് താമസമില്ലാത്ത ആ ഇടപെടലുകൾ കൃത്യമായിട്ട് നടക്കുന്നില്ല. അവിടെ അങ്ങനെ ഒരു പോരായ്മ ഉണ്ടാവും. രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ടെന്ന് ശേഖർ കുര്യാക്കോസ് ന്യൂസ് 18നോട് പറഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസും മന്ത്രി ഗണേഷ് കുമാറും ഈ കാര്യത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അവിടുത്തെ കളക്ടർമാരെ വിളിച്ചിട്ടുണ്ട്, അവിടുത്തെ മന്ത്രിമാരെ വിളിച്ചിട്ടുണ്ട്. അർജുനായ പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണെന്നും രക്ഷാപ്രവർത്തനം ഊർജിതമാണെന്നും കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും അറിയിച്ചു. നേവി NDRF സംഘങ്ങളെ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. ലാൻഡ് സ്ലൈഡ് ഇപ്പോൾ റെഡ് അലർട്ട് ആണ്. അവിടെ റെഡ് അലർട്ട് ആയതുകൊണ്ട് മഴ കുറച്ച് എക്സസീവ് ആണ്. പിന്നെ ആ ജോഗ്രഫിയിൽ താഴെ റിവർ ഉണ്ട്. സോ കുറച്ച് സോയിൽ റിമൂവൽ ആകുമ്പോൾ ഒരുപാട് മണ്ണുണ്ട് റിവറിലേക്ക് പോയി. സോ നമുക്ക് കുറച്ച് സംശയമുണ്ട്, അവരെ കുറച്ച് ബോഡീസും റിവറിലേക്ക് പോസിബിൾ ആണ്. അതുകൊണ്ട് അവരുടെ ഇൻപുട്ട്. പിന്നെ ഉള്ളത് ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ അവർ ഫുൾ ഫ്ലോറിലാണ്. ഇപ്പോൾ 20 വണ്ടി, പിന്നെ 2 NDRFിൻ്റെ ടീമുണ്ട്. അവിടെ ദേ ഹാവ് എക്സ്ട്രാ എക്വിപ്മെൻ്റ് ഉണ്ട്. പിന്നെ അവർ ഈ തെർമലും പിന്നെ മെറ്റൽ ഡിറ്റക്ടർ സ്കാനേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ദേ ആർ ട്രൈങ് ടു ഐഡൻറ്റിഫൈ ദ ബോഡി. സോ അവർ സ്കാനേഴ്സിൽ ക്വാണ്ടിറ്റീസ് ഇപ്പോൾ സഫീഷ്യൻ്റ് ആണ്. പക്ഷേ ഞാൻ സംസാരിച്ച ശേഷം അവർ പറഞ്ഞത് കുറച്ച് എക്സ്ട്രാ സ്കാനേഴ്സ് അവർ നോക്കുന്നുണ്ട്. അത് ആകുമ്പോൾ കുറച്ച് സ്പീഡാവും. ബട്ട് ഓൺലി ദ ബിഗസ്റ്റ് പ്രോബ്ലം ഇസ് ദ റെയിൻ. കാരണം റെയിൻ ഇപ്പോൾ കുറച്ച് സ്ലോ ആകുമ്പോൾ ആ സോയിൽ വളരെ സോഫ്റ്റ് ആണ് ആ സ്ഥലത്തിൽ. ഇപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ വളരെ അഗ്രസീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അർജുനായുള്ള രക്ഷാപ്രവർത്തനം തെരച്ചിൽ മുടങ്ങിയത് അന്വേഷിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സേവനം ലഭ്യമാക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് അത് നടന്നില്ല എന്ന് പരിശോധിക്കും. വിഷയത്തിൽ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആമയിഴഞ്ചാൻ രാഷ്ട്രീയ വിഷയമായി വിമർശനമായ വിഷയത്തെ കാണാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മാനുവൽ സ്കാവഞ്ചിംഗ് നിർത്തലാക്കിയതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അപ്പം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും വിളിച്ചന്വേഷിക്കാം. അവിടുത്തെ ചീഫ് സെക്രട്ടറിയോട് ചോദിക്കാം. അതിന് നമുക്ക് തീർത്തും അങ്ങ് കേരള സർക്കാരിന് കുറ്റം പറയാൻ നമ്മുടെ പരിധിയല്ല. അപ്പോൾ അവരതിനു വേണ്ടി ശ്രമിക്കുന്നതിന് കാണിക്കുന്ന ഒരു ആർജവം മാത്രമാണ് പ്രധാനം. ആ ആർജവം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നടക്കേണ്ടതാണ്. എന്നിട്ടും എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിന് വിലയിരുത്തലുണ്ടാവും.